സ്വർണ്ണവിലയ്ക്ക് കേരളത്തിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു മാറ്റം വന്നിട്ടുണ്ട്. അത് എന്താണെന്ന് പറയാം. അതിന് മുമ്പ് എല്ലാവരോടും പറയാനുള്ളത്, വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം. അതുവഴി നിങ്ങൾക്ക് വൻ ലാഭവും ഉണ്ടായേക്കാം. ഓക്കെ, ഇന്നലെ കേരളത്തിൽ ഒരു പവൻ സ്വർണ്ണത്തിന് 53,000 ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം $2,317 അടുത്തായിരുന്നു. പക്ഷേ കേരളത്തിൽ എന്നല്ല, ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഗോൾഡ് ഇപ്പോൾ $2,301 ഗോൾഡ് വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്ലൈറ്റ് നെഗറ്റീവ് ഡിറക്ഷനിലാണ് ഗോൾഡ് ഉള്ളത്. അപ്പോൾ ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടിവ് കാരണം, ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇങ്ങനെ ഒരു ഇടിവ് ഉണ്ടായത് കാരണം ഇന്ത്യയിൽ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വർണ്ണം വാങ്ങാനുള്ള ആളുകളൊക്കെ വെയിറ്റ് ചെയ്യുക, സ്വർണ്ണവില താഴേക്ക് വരുമെന്നുള്ളത്. സ്വർണ്ണവില കുറഞ്ഞിട്ടുണ്ട്. സ്വർണ്ണവില കേരളത്തിൽ 53,000 നിന്നും 52,600 ഗോൾഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മിഡിൽ ഈസ്റ്റിലൊക്കെ ഇപ്പോൾ പ്രോബ്ലംസൊക്കെ ശരിക്കും ചെറിയ രീതിയിലുള്ള ട്രൂസ് പ്രപ്പോസലുകളും മറ്റുള്ളതൊക്കെ വരുന്നുണ്ട്. പിന്നെ ഫെഡറലിൻ്റെ ഓരോ തീരുമാനങ്ങളും ഇതൊക്കെയാണ് ഗോൾഡിനെ ഇപ്പോൾ താഴേക്ക് വന്നിട്ട് വരിപ്പിച്ചിട്ടുള്ളത്. ഈ 52,600 ഗോൾഡ് വാങ്ങാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യുക. നല്ല ഇടിവാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. എങ്കിൽ കൂടിയും അല്പം കൂടിയും താഴേക്ക് വന്നേക്കും. അപ്പോഴാണ് വാങ്ങേണ്ടത്. പിന്നെ വിൽക്കാനുള്ള ആളുകളോട് പറയാനുള്ള പ്രോബ്ലംസ് ഒന്നും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പ്രോബ്ലംസ് ഒന്നും പൂർണ്ണമായിട്ടൊന്നും മാറിയിട്ടില്ല. അതിൻ്റെ ആക്രമണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് വിൽക്കാനുള്ള ആളുകൾ അടുത്ത അപ്ഡേറ്റുകളെല്ലാം നിങ്ങൾ നോക്കി നിൽക്കണം. എന്തായാലും കഴിഞ്ഞ വീഡിയോയിൽ ഒക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. പ്രോബ്ലംസ് ഒരിക്കലും തീർന്നിട്ടില്ല. ഗോൾഡ് ലോങ് ടൈമിലേക്ക് വലിയ നമ്പറിലേക്ക് പോവുകയും ചെയ്യും. എന്തായാലും അടുത്ത അപ്ഡേറ്റ് എന്തായാലും അറിയിക്കുന്നതായിരിക്കും. ഉടനെ ഉച്ചയ്ക്ക് അത് അറിയുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.